രേണുസുതി അല്ലെങ്കിൽ സുധിയുടെ മരണശേഷം ലക്ഷ്മി നക്ഷത്ര ഏറെ വേദനയോടൊരു വീഡിയോ പങ്കുവച്ചിരുന്നു. അതിനുശേഷം രേണുവിനൊപ്പം തന്നെയായിരുന്നു ലക്ഷ്മി. എല്ലാ സമയത്തും സഹായവുമായി ലക്ഷ്മി നക്ഷത്ര രേണുസുതിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനിടെ ലക്ഷ്മി നക്ഷത്ര ചെയ്തൊരു പെർഫ്യൂം വ്ലോഗ് ഭയങ്കരമായി വൈറലായി എന്ന് പറഞ്ഞാൽ അത് ചർച്ചയായി നെഗറ്റീവായി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൊക്കെ അത് വന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജീവിതം മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. രേണുസുതിയുടെ ജീവിതം മാറ്റിമറിച്ച ഒരു സംഭവമായി തന്നെ ഇത് മാറി എന്ന് വേണമെങ്കിൽ പറയാം. സുധി മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഇട്ടിരുന്ന ഒരു വസ്ത്രം, ചോരയും അഴുക്കും വിയർപ്പും എല്ലാം പുരണ്ട ഒരു വസ്ത്രം, അത് രേണുസുതി പൊന്നുപോലെ സൂക്ഷിച്ചിരുന്നു. ഈ വസ്ത്രം, ഈ ഷർട്ട് ലക്ഷ്മി നക്ഷത്രം ഏൽപ്പിച്ചുകൊണ്ട് ഈ മണം എനിക്ക് എന്റെ ജീവിതകാലം മുഴുവൻ വേണമെന്ന് രേണു പറഞ്ഞു. ആ ഒരു ഉറപ്പ് കൊടുത്ത ലക്ഷ്മി എങ്ങനെയാണ് ഈ പെർഫ്യൂം ഉണ്ടാക്കുക എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ച് ഒടുവിൽ ദുബായിൽ ഈ വസ്ത്രം കൊണ്ടുപോയി ആ ഒരു മണം ഉണ്ടാക്കി അതൊരു സ്പ്രേ ബോട്ടിലാക്കി രേണുവിന് കൊണ്ടു കൊടുക്കുകയായിരുന്നു. ഈ വീഡിയോ വലിയ രീതിയിൽ ചർച്ചയായി, വലിയ നെഗറ്റീവ് വരെ ഇതിന് വന്നു. കാരണം ഇങ്ങനെയൊരു കാര്യം ചെയ്തത് ആളുകൾക്ക് അത്ര ദഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിന് കാരണം. എന്നാൽ അതിനു പിന്നാലെ ഒരുപാട് വിമർശനങ്ങളൊക്കെ എത്തി. എന്നാൽ സത്യം പറഞ്ഞാൽ ആ ബ്ലോഗിന് ശേഷമാണ് രേണുസുതിക്ക് വച്ചടി കയറ്റം വന്നതെന്ന് വേണമെങ്കിൽ. ഇപ്പോൾ രേണുവിന് ക്യാൻസർ ആണെന്ന വാർത്ത വന്ന ശേഷം ലക്ഷ്മി നക്ഷത്ര തുറന്ന് സംസാരിച്ചിരുന്നു. ചികിത്സയുടെ ഭാഗമായ കീമോതെറാപ്പി രേണുവിന് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ രേണുസുതിയെ സ്നേഹിക്കുന്നവരോട് തനിക്കൊരു അപേക്ഷയുണ്ടെന്ന് പറയുകയായിരുന്നു ലക്ഷ്മി നക്ഷത്ര. വിവരം അറിഞ്ഞ് നേരിട്ട് ചെല്ലുന്നതിൽ പ്രശ്നമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറിച്ച് ഫോണിലൂടെ ബന്ധപ്പെടുന്നതാകും സുരക്ഷിതമെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നുണ്ട്. രേണുവിന് ഇഷ്ടമുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. തന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റ് ആണ്. രേണുവിന് ഒരു പക്ഷെ നമ്മുടെ സാന്നിധ്യം സന്തോഷം ഉണ്ടാക്കുമായിരിക്കാം. പക്ഷെ പ്ലീസ് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യൂ, രേണുവിനെ കാണൂ, സംസാരിക്കൂ. ഈ രോഗത്തിന്റെ സീരിയസ്നെസ് എന്ന് പറയുന്നത് ആ വീട്ടിൽ നിൽക്കുന്നവർ വഴി വരെ ഇൻഫെക്ഷൻ വന്നേക്കാം. വീട്ടിലുള്ളവർ എത്രയും ഹൈജീനിക്കായും അത്രയും ശ്രദ്ധയോടെയുമായിരിക്കും രേണുവിനൊപ്പം നിൽക്കുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഋതപ്പൻ വരുന്നത് വരെ മാസ്ക് ധരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് കഴിയുന്നതും രേണുവിനോട് ഇഷ്ടമുള്ള കൂടുതൽ പേരും ഫോണിലൂടെ വിളിച്ച് രേണുവിനെ ആശ്വസിപ്പിക്കൂ. കാരണം നമ്മൾ നേരിട്ട് ചെല്ലുമ്പോൾ ഇൻഫെക്ഷൻ എത്രത്തോളം വരാം എന്നും ചിന്തിക്കണം. നമ്മൾ വളരെയധികം ഹൈജീനിക് ആയിരിക്കും, പക്ഷെ ഇത്തരത്തിലുള്ള രോഗികൾക്ക് പ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. തന്റെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് ആണ് ഇതെന്നാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത്. എല്ലാം അഭിനയമാണ് എന്ന ചോദ്യത്തിന് രേണുസുതിയും മറുപടിയുമായി എത്തിയിരുന്നു. തനിക്ക് ക്യാൻസർ ബാധിച്ചിട്ടില്ലെന്നും സഹതാപവും ലൈക്കുകളും നേടിയെടുക്കാനുള്ള വെറും അഭിനയം മാത്രമാണ് ഇതെന്നും പറഞ്ഞ് വേദനിപ്പിച്ചവർക്ക് മുന്നിൽ കണ്ണീരോടെ തലയിൽ നിന്നും മുടി കൊഴിയുന്ന ദൃശ്യങ്ങൾ ലൈവായി കാണിച്ചുകൊണ്ടാണ് രേണു പ്രതികരിച്ചത്. കഠിനമായ വേദനകൾക്കിടയിലും തന്നെ പിന്തുണയ്ക്കുന്ന പ്രേക്ഷകരുടെ പ്രാർത്ഥനകൾ മാത്രമാണ് മുന്നോട്ടുള്ള കരുത്തെന്നും വ്യാജ പ്രചാരണങ്ങൾ നടത്തി തന്നെ ഇനിയും ദ്രോഹിക്കരുതെന്നും രേണു ആ വീഡിയോയിലൂടെ പറഞ്ഞു. പലരും ചിലപ്പോ അങ്ങനെ ഒരു സ്പേസിൽ ആദ്യമായിട്ടായിരിക്കും. അതിനോട് കുറച്ചും കൂടിയും ഞങ്ങളുടെ ഷോ ഏകദേശം ഒരു ബിഗ് ബോസിന്റെ വേറൊരു പതിപ്പാണെന്ന് വേണമെങ്കിലും പറയാം. ഞങ്ങളത് കുറച്ച് ഫണ്ണായിട്ട് എടുക്കുന്നു, ഞങ്ങൾ ഫണ്ണായിട്ട് ചെയ്തു പോകുന്നു. അവിടെ സംഭവിക്കുന്ന ലൈവ് സംഭവങ്ങൾ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് അതിൽ കൊള്ളാവുന്ന സംഭവം മാത്രം കാണിക്കുന്നു. അതിൽ ചെറിയൊരു സ്ക്രിപ്റ്റഡ് കൊടുക്കുന്നു, എന്താ വേണ്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അവിടെ ഒരുപാട് നാച്ചുറലായിട്ട് കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യുന്നു. നമ്മളതൊരു കോൺട്രവേഴ്സി ആയിട്ട് കാണിക്കാറില്ല. ഞങ്ങളെപ്പോഴും ഒരു ഫൺ മൂഡിൽ അത് എന്റർടൈൻമെന്റ് ആയിട്ട് പോട്ടെ, അതാണ് അതിന് പറ്റിയ ഷോ അതാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ കൺസീവ് ചെയ്തിരിക്കുന്നു. ഇതിന് പ്ലാറ്റ്ഫോം വ്യത്യാസമുണ്ട്. അവിടെ റിയാലിറ്റി കുറച്ച് കൂടുന്നു. സ്ക്രിപ്റ്റുകൾ ചിലപ്പോൾ അധികം വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, കോണ്ടന്റുകൾ മാത്രമേ പ്ലേസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. രണ്ടും തമ്മിൽ. പിന്നെ അനുമോളെ ആരും ട്രെയിൻ ചെയ്യുന്നില്ലല്ലോ അവിടെ. അനുമോൾ എങ്ങനെ വേണ്ടെന്ന് ഗൈഡ് ചെയ്ത് ഇവിടുന്ന് നമ്മൾ വിട്ടിരിക്കുകയാണല്ലോ ഓൾറെഡി. അനുമോൾക്ക് അതേ എക്സ്പീരിയൻസ് ഉപയോഗിക്കുന്നതായിരിക്കാം. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ചോദിക്കാം, അനുമോളെ ഏറ്റവും കൂടുതൽ ട്രിഗർ ആക്കാൻ പറ്റും, അനുമോൾ തെറ്റ് ചെയ്തു എന്ന് അനുമോളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് അതൊന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാന്ന് എല്ലാ കണ്ടസ്റ്റന്റുകളും പറയാറുണ്ട്. എന്ന് വെച്ചാൽ അനുമോൾക്കറിയാം, എല്ലാരും പിന്നെ പറയുന്നതാണ് അനുമോൾക്കറിയാം എന്ത് പുറത്ത് പോകണം, പുറത്ത് പോവണ്ട, എവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഇതാവും, ക്യാമറ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കണ്ടന്റ് കൊടുക്കണം, അതൊക്കെ ഭയങ്കരമായിട്ട് അറിയാവുന്ന കൂട്ടത്തില് ഭയങ്കര ഒരു നടിയാണ് എന്നാണ് അകത്ത് സത്യം. ആ സത്യത്തിൽ സ്റ്റാർ മാജിക്കിന്റെ ഒരു ഗുണമാണോ അവിടെ കാണിക്കുന്നത്? അനുമോൾക്കറിയാം ഷോയില് സ്റ്റാർ മാജിക് ഉണ്ടായിരുന്ന സമയത്ത് ഏതൊക്കെ ക്യാമറ എവിടെ ഇരിക്കുന്നു, ഏതൊക്കെ ഇതിൽ കറക്റ്റ് ക്ലോസ് വരുന്നു അനുവിന് അറിയായിരുന്നു. ഇവിടെ ഞങ്ങൾ ഇരുന്നപ്പോ ഒരു 10-12 ക്യാമറ ഉണ്ടായിരുന്നു. എല്ലാ ക്യാമറയും അനുമോള് ഇവിടെ നിന്നാൽ കറക്റ്റ് കിട്ടും. പിന്നെ എപ്പോഴും മികച്ചു നിൽക്കണം എന്നുള്ളൊരു താല്പര്യമുള്ള ആളാണ്. അപ്പൊ അതങ്ങനെ നോക്കി ആ ക്യാമറയിൽ നിൽക്കും, കറക്റ്റ് അവിടെ വന്ന് നിൽക്കും. ഏതിലൊക്കെ കറക്റ്റ്
പ്ലേസ്മെന്റ് വരാന്ന് അനുമോൾക്കറിയാം. അവിടെ പോയി ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചത് എനിക്ക് മനസ്സിലായില്ല. എല്ലാം സ്റ്റോക്ക് ചെയ്തിട്ട് ലാലേട്ടന്റെ എപ്പിസോഡ് പക്ഷെ എപ്പോഴും അനുമോൾക്ക് ചീത്ത കിട്ടാറുണ്ട്. എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചീത്ത കേട്ടോണ്ടേ ഇരിക്കുന്ന അങ്ങനെ തന്നെയായിരുന്നു സ്റ്റാർ മാജിക്കിന്റെ സമയത്ത്. ഞങ്ങള് വഴക്ക് പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്ന ഉഴപ്പൊക്കെ ഉണ്ടാവാറുണ്ട് ഫ്ലോറില്, ഒരുപാട് വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോ ഞങ്ങള് സ്കിറ്റൊക്കെ ചെയ്യിപ്പിക്കുമ്പോ അത് ഡയലോഗ് ഞങ്ങൾ എഴുതിയ ഡയലോഗ് ആയിരിക്കില്ല അനുമോളുടെ വായിന്ന് വരുന്നത്. ചിലപ്പോ അത് തെറ്റിയിട്ടുണ്ടാവും. ഞങ്ങള് ചിലപ്പോ അതുപോലെ വിട്ടിട്ടുണ്ട് കുറെ പ്രാവശ്യം. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അനുമോളെ സംബന്ധിച്ച് ഇത് സ്വാഭാവികമാണ്. ചീത്ത പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എപ്പോഴും ചീത്ത കേൾക്കുന്നത് അതാന്ന് തോന്നുന്നു. അനുമോളുടെ ഫാമിലി ആയിട്ട് എങ്ങനെയാണ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അനുമോൾക്കുള്ള PR ആണോ ഈ ഇന്റർവ്യൂ? അനുമോൾക്കല്ലേ, അനുമോളായിട്ട് കുറച്ചും കൂടെ അടുത്തറിയുന്ന ചേട്ടനായതുകൊണ്ട്. ഒരുപാട് പേരുണ്ടല്ലോ അനുമോളായിട്ട് അടുത്തറിയുന്നത്. ഞാൻ ആദ്യമായിട്ട് അനുമോളായിട്ട് അടുത്തുള്ള ചേട്ടനെ മാത്രമേ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളൂ. ആര് പറഞ്ഞു? അയ്യോ സത്യമായിട്ടും ആണോ? ഞാൻ വേറെ ആരും ഇന്റർവ്യൂ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. ഇതൊരു PR ആണോ? അനുമോള് പൈസ തന്നിട്ടാണോ ഇന്റർവ്യൂ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതാദ്യം എനിക്കറിയാം. എനിക്ക് 5 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി 11 ആർക്ക് കൊടുത്തു? അത് പറയത്തില്ല. ബാക്കി 11 ഇവിടെ സുരക്ഷിതമായിട്ടുണ്ട്. ഇനി എല്ലാരും കമന്റ് ഇട്ട് എന്റെ ഇന്റർവ്യൂ എടുക്കാനാന്ന് വിളിച്ചോളെന്ന് പറഞ്ഞിട്ട് ഇവിടെ അനുമോളെ പറ്റിയാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ മറന്നുപോയി. ഇല്ല, നിർത്തി. അനുമോളുടെ ടോപ്പിക്കേ കഴിഞ്ഞു. പോരെ, എന്തായാലും ആൾക്കാർ കാണട്ടെ. അതെ, ആൾക്കാരൊക്കെ ഈ കൊച്ചിനെ എന്ത് ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റിനെ ബഹുമാനിച്ചു വിടെ, അനുമോളുടെ ടോപ്പിക്കാണോ ചോദിക്കണേന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് അനുമോളായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ ചൂടേറിയ ആഴ്ചയാണല്ലോ. ഈ ആഴ്ച കൂടെ കഴിഞ്ഞ ബിഗ് ബോസ് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഇടാൻ കണ്ടന്റ് ഒന്നുമില്ല. ബിഗ് ബോസ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ആരെ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യും? പുതിയ എന്തെങ്കിലും സംഭവം വരണ്ടേ? ചേട്ടനൊക്കെ തന്നെ ഇപ്പൊ നമ്മുടെ ചാനൽ എത്രാമത്തെ പ്രാവശ്യം അതിനെ ചോദിക്കുന്നത്? നിങ്ങൾക്ക് മടുത്തില്ല എന്നെ കൊണ്ട്? ഇല്ല, അത് ചേട്ടന്റെ ഹിസ്റ്ററികൾ മൊത്തം. ഇത് ചേട്ടനെ വിളിച്ചു വരുത്തി വേറെ ആളുടെ ഹിസ്റ്ററി മൊത്തം. ചോദിക്കും അടുത്ത് ചോദിക്കും. അനുമോളെ പറ്റി ചോദിക്കും. അനുമോള് കോൺഷ്യസ് ആണോ? മേക്കപ്പ് ചെയ്യാറുണ്ടോ? അതൊക്കെ ചോദിക്കൂ. ഇല്ല ഇല്ല. അയ്യോ, അനുമോളുടെ വേറെ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഇത് മിക്കവാറും പഠിപ്പിച്ചതൊക്കെ പറയും കേക്കട്ടെ. ഇതെല്ലാം ഞാൻ തന്നെ, ഞാൻ ലൈവ് എല്ലാം കാണുന്നുണ്ട്. ഞാൻ തന്നെ ഫോട്ടോ ഡ്രസ് ആയിരിക്കും വിട്ടോ പിടിച്ചോ. അതെ, അതല്ല അല്ല, ഈ അനുമോളില്ലേ എല്ലാവരുടെ കാര്യങ്ങള് ഇങ്ങനെ അവിടെ ചെന്നിട്ട് ഇപ്പൊ ജിസേൽ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്. അപ്പൊ അവർക്ക് 7ന്റെ പണിയാണല്ലോ. അപ്പൊ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, മേക്കപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ. അപ്പൊ എല്ലാം ഇങ്ങനെ ചെകിന് ചെയ്ത് അത് ഉപയോഗിക്കുന്നുണ്ട്. കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില. അപ്പം നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ആരുടെയൊക്കെ കള്ളത്തരങ്ങൾ അനുമോൾ പിടിച്ചെടുത്തോണ്ട് ചേട്ടന്റെ മുന്നിൽ ഇട്ടിട്ടുണ്ട്. മേക്കപ്പ് അല്ല, അങ്ങനെ ഈ ആരെങ്കിലൊക്കെ തെറ്റി ഇപ്പൊ റൂള് കൊടുത്തിട്ടുണ്ടെങ്കിൽ റൂള് തെറ്റിക്കുന്നോട് അനുമോൾക്ക് താല്പര്യം ഇല്ലാത്ത പോലെയാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത്. റൂള് തെറ്റിക്കുന്ന ആളാണ്, ഒരു റൂള് പാലിക്കാത്ത ഒരാളാണ് ഈ കുട്ടി. ബിഗ് ബോസിൽ എല്ലാവരും കറക്റ്റ് ഫ്ലോറിൽ ആ മാർക്കി നിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാത്ത ഒരേ ഒരാള് അനുമോളായിരിക്കും. മാത്രമല്ല സ്ക്രിപ്റ്റ് എത്ര എഴുതി കൊടുത്താലും അത് തെറ്റിച്ച് പറയുന്ന ഒരേ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ അടുത്തപ്പോ ഒരു ഇത് ഉണ്ടായിരുന്നു. അനുമോളിപ്പോ ഏതോ ഒരു പോകുന്നതിന് മുമ്പ് ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തമ്മേ ചുണ്ടത്ത് എന്ന് പറഞ്ഞിട്ടൊരു റീല്. അതില് മൊത്തം ലിപ്സിങ്ക് തെറ്റാണ്. അതിനകത്ത് പോയി കമന്റ് ചെയ്തിട്ടുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക്. കറക്റ്റ് ലിറിക്സ് ചുണ്ടില് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ വരെ അതിന് ലൈക്ക് വരുന്നുണ്ട്. ഞാൻ നോക്കി ഇത് ഏതിനാണ് ലൈക്ക് വരുന്നത്? അതല്ലേ അനുമോൾ അവിടെ സ്റ്റാർ മാജിക്കിലും ഭയങ്കര പാട്ടിന്റെ ഒക്കെ വരുമ്പത്തേനും ഇഷ്ടമുള്ള പാട്ടുകൾ പാടുന്നു. ഇഷ്ടമുള്ള പാട്ടല്ല, നമ്മള് ബാക്കിൽ പ്ലേ ചെയ്യുമ്പോ അനുമോളുടെ വായിൽ വരുന്ന ലിറിക്സ് വേറെ ആയിരിക്കും. ആ പാട്ട് എന്ത് നല്ല പാട്ടായിരിക്കും എന്ന് അറിയോ? ആ പാട്ട് അവിടെ പാടി അഭിനയിക്കാൻ പറയുമ്പോ വേറെ എന്തോ സംഭവമായിരിക്കും. ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നത് ഏത് പാട്ടാന്ന് വിചാരിക്കും. അതെ അതെ, ലക്ഷ്മി ചേച്ചി എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ എന്നിട്ട് ആലോചിക്കുന്നത് എങ്ങനെ എഡിറ്റ് ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഞാൻ എഡിറ്ററെ വിളിച്ച് പറയും